ഹായ് മക്കളെ, കഴിഞ്ഞ കുറേ ദിവസമായിട്ട് നിങ്ങളുടെയൊക്കെ മനസ്സിലുള്ള ആ രണ്ട് ചോദ്യത്തിൻ്റെ ഉത്തരവുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഒന്നാമതായിട്ട് റീനീറ്റ് നടത്താനുള്ള സാധ്യത എത്രയാണെന്നുള്ളതാണ്. രണ്ടാമതായിട്ട് അഥവാ റീനീറ്റ് നടക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ നിമിഷം മുതൽ നിങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. ഈ രണ്ട് ചോദ്യം വിശദമായിട്ട് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും. നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക. ഇഷ്ടപ്പെട്ടിട്ട് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ തുടക്കത്തിൽ തന്നെ പറയട്ടെ, എന്താണോ തുടക്കം മുതൽ നമ്മൾ ആവശ്യപ്പെടുന്നത്, നമ്മൾ പറയുന്നത് അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതായത് ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗ്രേസ് മാർക്കാണ് വിഷയമെങ്കിൽ എല്ലാവർക്കും റീനീറ്റ് നടത്തില്ല. ഒന്നുകിൽ ഗ്രേസ് മാർക്ക് കൊടുത്ത കുട്ടികളെ അത് ഒഴിവാക്കും, അല്ലെങ്കിൽ അവർക്ക് മാത്രം റീനീറ്റ് നടക്കും. അത് തന്നെയാണ് സംഭവിച്ചത്. അതേപോലെ തന്നെ ആൾമാറാട്ടമാണ് വിഷയമെങ്കിൽ ഒരിക്കലും എല്ലാ കുട്ടികൾക്കും റീനീറ്റ് നടത്തില്ല, അവരെ മാത്രം ഡീബാർ ചെയ്യുകയുള്ളൂ. റീനീറ്റ് നടത്തണമെങ്കിൽ ഒരൊറ്റ കാര്യം സംഭവിക്കണം, അതായത് പരീക്ഷയുടെ മുന്നേ ചോദ്യപേപ്പർ ചോർന്നിട്ടുണ്ടാവണം. ആൻഡ് ഞാൻ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മെയ് 5 ശേഷം ഒരുപാട് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ചോദ്യപേപ്പർ ചോർന്നതിനെക്കുറിച്ച്. അതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം CBI തന്നെ ഏൽപ്പിക്കണമെന്നും ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തന്നെ ഇവിടെ സംഭവിച്ചു. സോ നമ്മുടെ മുന്നിലുള്ളത് രണ്ട് പ്രതീക്ഷകളാണ്. ഒന്ന്, CBI അന്വേഷണം എന്ത് അവർ കണ്ടെത്തുന്നുള്ളതും, രണ്ടാമതായിട്ട് ജൂലൈ 8 മാറ്റിയ സുപ്രീം കോടതി വിധിയുമാണ്. അപ്പം വളരെ കൃത്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ചോദ്യപേപ്പർ ചോർന്നിട്ടുണ്ട് എങ്കിൽ എന്ന് തെളിയുകയാണെങ്കിൽ ഉറപ്പായിട്ടും റീനീറ്റ് ഉണ്ടാവുമെന്ന് തന്നെയാണ്. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. നിങ്ങൾക്കറിയാം, ഏകദേശം 11 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ എഴുതിയ UGC നെറ്റ് പരീക്ഷ എഴുതിയ പിറ്റേന്ന് തന്നെ ക്യാൻസൽ ചെയ്തു. കാരണം ചോദ്യപേപ്പർ ചോർച്ച. അതേപോലെ തന്നെ നീറ്റ് PG MBBS നേടിയ കുട്ടികൾ, MBBS പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് PGക്ക് എന്ത് പഠിക്കണമെന്ന് തീരുമാനിക്കുന്ന നീറ്റ് PG പരീക്ഷയുടെ തലേ ദിവസം പറയാണ്, നാളെ പരീക്ഷ മാറ്റി വെച്ചിട്ടുണ്ട് എന്നുള്ളത്. റീസൺ എന്താണെന്ന് കൃത്യമായി പറഞ്ഞിട്ടില്ല. പക്ഷെ അതും വിരൽ ചൂണ്ടുന്നത് ചോദ്യപേപ്പർ ചോർന്നിട്ടുണ്ട് എന്നതിലേക്ക് തന്നെയാണ്. ഈ രണ്ട് പരീക്ഷകളും നടത്തുന്നത് NTA ആണ്. ഈ രണ്ട് പരീക്ഷകളുടെയും ചോദ്യപേപ്പർ ചോർന്നിട്ടുണ്ടെങ്കിൽ നീറ്റ് UG മാത്രം ചോർന്നിട്ടില്ല എന്ന് നമ്മൾ എന്തടിസ്ഥാനത്തിലാണ് വിശ്വസിക്കുക? എന്ന് മാത്രമല്ല, ബീഹാറിലെയും ജാർഖണ്ഡിലെയും മഹാരാഷ്ട്രയിൽ നിന്നും പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഒരുപാട് കുട്ടികൾക്ക് മെയ് 5 മുന്നേ തന്നെ ചോദ്യപേപ്പർ കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. ആൻഡ് ഇതിൻ്റെ കേസിൽ കുറച്ച് ആൾക്കാർക്കല്ല, അവർക്ക് മാത്രം നീറ്റ് നടത്തിയാൽ പോലെ അവരെ ഡീബാർ ചെയ്തുകൂടെ എന്നൊക്കെ പറയുന്ന കുട്ടികളോട് പറയാനുള്ളത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2015-ലോ 2018-ലോ ആണെന്ന് തോന്നുന്നു, AIPMT എന്നുള്ള ഒരു എക്സാം സുപ്രീം കോടതി ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നും ഇതേപോലെ തന്നെ ചോദ്യപേപ്പർ ചോർച്ച തന്നെയായിരുന്നു വിഷയം. അന്നത്തെ സർക്കാർ, അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് അന്ന് പറഞ്ഞിരുന്നത്, ആകെ 56 കുട്ടികൾക്ക് ചോദ്യപേപ്പർ ചോർന്നിട്ടിട്ടുള്ളൂ, അവരെ മാത്രം ഡീബാർ ചെയ്താൽ പോരെ, വീണ്ടും നടത്തണമെന്നാണ്. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞത്, ഒരൊറ്റ കുട്ടിക്ക് ചോദ്യപേപ്പർ കിട്ടിയിട്ടുണ്ടെങ്കിൽ പരീക്ഷ മാറ്റി നടത്തണം. അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കാൻ പോകുന്നത്. എന്താണോ ചോദ്യപേപ്പറിൻ്റെ കേസിൽ ചോർച്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും റീനീറ്റ് നടത്തും. എന്നത് അതിനെക്കുറിച്ചുള്ള തീരുമാനം ഒരുപാടൊന്നും വൈകൂല. ജൂലൈ 8 തന്നെ നടക്കാൻ സാധ്യതയുണ്ട്. കാരണം MBBS അഡ്മിഷനാണ്. ഈ കുട്ടികൾ ഫൈനൽ ഇയർ കഴിഞ്ഞിട്ട് വേണം ഹൗസ് സർജൻസിയിലേക്ക് പോകാൻ. അപ്പോഴാണ് നമ്മുടെ സർക്കാർ ഹോസ്പിറ്റലുകളിലൊക്കെ ഡോക്ടർമാരുണ്ടാവുക. ഇവർ ഒരുപാട് ലേറ്റായിട്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഒരു ഡോക്ടർ ക്ഷാമമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കേസിൽ വിധി വരാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ഞാൻ കുറച്ച് കുട്ടികളുണ്ട്, നല്ല മാർക്കൊക്കെ വാങ്ങി നന്നായി അധ്വാനിച്ച് രാവും പകലിരുന്ന് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിയ കുട്ടികൾ കരുതുന്നുണ്ടാവും, ഒന്നും കൂടെ റീനീറ്റ് നടന്നാൽ നമ്മളോട് കാണിക്കുന്ന ഒരു അനീതിയല്ലേ എന്നുള്ളത്. മക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ശരിക്ക് ഇത് സുതാര്യമായി നടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കിട്ടേണ്ട കുട്ടികളാണ് ഇപ്പോൾ തൃശ്ശൂരോ ആലപ്പുഴയോ ആവാൻ സാധ്യതയുള്ളത്. അതേപോലെ തന്നെ മെയ് 5 പരീക്ഷ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല കേരളത്തിലെ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് സീറ്റ് കിട്ടും എന്നുള്ളത്. ഇപ്പോൾ കേരളത്തിൻ്റെ പുറത്ത് ഓൾ ഇന്ത്യ കോട്ടയിൽ ഏതെങ്കിലും കിട്ടുമോ ഇല്ലയോ എന്നുള്ള ഡൗട്ട് അടിച്ചിരിക്കുന്ന മക്കളല്ലേ നിങ്ങൾ. അതുകൊണ്ട് തന്നെ എന്താണ്, ഇവിടെ ഒരു അനീതി നടന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യണം, നിങ്ങളും റീനീറ്റിനെ സ്വാഗതം ചെയ്യണം. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ ശരിക്കൊരു ദൈവത്തിൻ്റെ കൈ എന്നുള്ള പോലത്തെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ, ഈ ഗ്രേസ് മാർക്ക് വിഷയം തന്നെ 2018 കോടതി വിധി അനുസരിച്ചാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞത്. 2018 ശേഷം 5-6 നീറ്റ് നടന്നിട്ടുണ്ട്. അവിടെയൊക്കെ ഗ്രേസ് മാർക്ക് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയില്ല. ആകെ ഇത്തവണ നമ്മളിത് പ്രശ്നമാക്കാൻ കാരണം ആ 718 719 വന്നുകൊണ്ടല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഇത് ഒരുപാട് കുടുംബങ്ങൾ, ഈ വർഷം 23 ലക്ഷമാണ്, അടുത്ത വർഷങ്ങളൊക്കെ ചിലപ്പോൾ അതിനേക്കാൾ കൂടും, അവരുടെയൊക്കെ പ്രതീക്ഷയാണ്. അപ്പം ഈ ഒരു പരീക്ഷ എന്തായിരിക്കണം, സുതാര്യമായി നടത്തണം. അതിനിതൊക്കെ എന്ത് ചെയ്യണം, ഒന്നും കൂടി കലങ്ങി തെളിഞ്ഞേ പറ്റുള്ളൂ. ആൻഡ് ഇവിടെ എന്താണ്, ഇവിടെ ചോദ്യപേപ്പർ ചോർന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യട്ടെ,
പരീക്ഷ ഒന്നും കൂടെ നടത്തട്ടെ. നിങ്ങൾ ശരിക്കും അധ്വാനിച്ച് തന്നെ മാർക്ക് വാങ്ങിയ ആൾക്കാരല്ലേ. അതുകൊണ്ട് എന്ത് ചെയ്യണം, അതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും കൂടെ പഠിച്ചാൽ നിങ്ങൾക്ക് അതിനേക്കാൾ ഉയർന്ന സ്കോറിലേക്ക് തന്നെ എത്താൻ പറ്റോടാ. പിന്നെ മറ്റൊരു കാര്യം കൂടെ ജസ്റ്റ് ഞാൻ പറയട്ടെ. അതായത് കുറേ കുട്ടികൾ കേരളത്തിൽ ഇതൊന്നും നടക്കൂല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ കേരളത്തിൽ തന്നെ മെഡിക്കൽ പ്രവേശന എൻട്രൻസ് എക്സാം വരുന്നത് ഒരു വിവാദമായ എന്താ പറയുക പരീക്ഷാ തട്ടിപ്പിൻ്റെ വാർത്ത വന്നതിന് ശേഷമാണ്. അതായത് ഫിസിക്സിൽ 0, കെമിസ്ട്രിയിൽ 0, ബയോളജിയിൽ 1 മാർക്ക് കിട്ടിയ കുട്ടിക്ക് അന്ന് എൻട്രൻസ് ഇല്ല, +2 മാർക്ക് ബേസ് ചെയ്തിട്ടാണ് അവൻ MBBS അഡ്മിഷൻ കിട്ടി. അപ്പോൾ എന്താ സംഭവം നോക്കിക്കഴിഞ്ഞാൽ എന്താ പറയുക മാർക്ക് ലിസ്റ്റ് തിരുത്തിയതാണ്. അപ്പോൾ അന്ന് ഒരുപാട് അന്വേഷണം നടത്തിയപ്പോഴാണ് മനസ്സിലായത് ആ വർഷം മാത്രമല്ല കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നടക്കുന്ന വിഷയമാണ് എന്ന് മാത്രമല്ല അങ്ങനെ പരീക്ഷാ പേപ്പർ മാർക്ക് ലിസ്റ്റ് തിരുത്തിയിട്ട് ഒരുപാട് കുട്ടികൾ MBBS ഒക്കെ പഠിച്ച് സ്വദേശത്തും വിദേശത്തും ജോലി ചെയ്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്രേ. ആ മക്കളൊക്കെ കാശുള്ള വീട്ടിലായിരുന്നു. വലിയ വലിയ ഡോക്ടർമാരുടെ, വ്യവസായ പ്രമുഖരുടെ, ആശുപത്രി മുതലാളിമാരുടെയൊക്കെ മക്കളായിരുന്നു. അതായത് സംഭവം നമ്മൾ മലയാളികൾ എന്ന നിലയിൽ ഞാൻ വല്ലാതെ അഭിമാനിക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും കേരളത്തിൽ നടക്കൂല എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല കേട്ടോ. എന്ന് മാത്രമല്ല ഒരു കാര്യം കൂടെ വളരെ വിനീതമായി പറയാൻ ആഗ്രഹിക്കുന്നു. ഇതൊന്നും പറയുന്നത് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നല്ല മാർക്ക് വാങ്ങിയുള്ള ആൾക്കാരൊന്നും കോപ്പി അടിച്ചതെന്നുള്ളതല്ല. കോപ്പി അടിച്ചിട്ട് നല്ല സ്കോറിലേക്ക് എത്തി, അല്ലെ പരീക്ഷ പേപ്പറിൽ തിരിമറി നടത്തിയിട്ട് നല്ല സ്കോറിലേക്ക് ആരെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം, പുറത്താക്കുക എന്നെ വേണമെന്നുള്ളതാണ്. അതിനെന്ത് ചെയ്യുക, നിങ്ങളൊന്നും കൂടെ നിൽക്കുക. അതായത് ഇത്രയേ ഉള്ളൂ. പരീക്ഷ പേപ്പർ ചോർന്നിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും കിട്ടാം. അല്ലെങ്കിൽ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കടാ. അതായത് പരീക്ഷ പേപ്പർ ചോർന്നിട്ടുണ്ട്, അപ്പോൾ അത് ഇന്നത്തെ വാട്സപ്പും ടെലിഗ്രാമൊക്കെ ഉപയോഗിച്ചിട്ട് നിമിഷങ്ങൾക്കുള്ളിൽ എല്ലാവരിലേക്ക് എത്തിച്ചൂടെ? അപ്പം സത്യസന്ധന്മാരായ കള്ളന്മാരാവാനുള്ള സാധ്യതയില്ല 4-5 വിദ്യാർത്ഥികൾക്ക് മാത്രം കൊടുക്കാനുള്ളത്. അപ്പം എന്ത് ചെയ്യുക, ചോർന്നിട്ടുണ്ടെന്നെങ്കിൽ നിങ്ങളും റീനീറ്റിനെ സ്വാഗതം ചെയ്യണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. റീനീറ്റ് വരികയാണെങ്കിൽ കുട്ടികൾ എന്ത് ചെയ്യണം എന്നുള്ളത്. അതായത് ഒരു കാര്യം ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറയാം. റീനീറ്റ് ഇപ്പം ജൂലൈ 8-ന് ശേഷമാണ്, മാക്സിമം 1 മാസമൊക്കെയാണ് സമയം കിട്ടുക. നിങ്ങളുടെ നീറ്റിൻ്റെ മാർക്ക്, അതായത് ചിലപ്പോൾ ചില കുട്ടികൾക്ക് പരീക്ഷയുടെ തലേന്ന് പനിയായിരിക്കും, അങ്ങനെയൊക്കെയുള്ള കാരണത്താൽ നിങ്ങൾ നന്നായി പഠിച്ചിട്ടും ചില കാരണങ്ങളാൽ 550 മാർക്കിൻ്റെ കുറവാണെങ്കിൽ അവർ എക്സെപ്ഷനാണ്. അല്ലാത്ത കുട്ടികളൊക്കെ ഈ റീനീറ്റ് എക്സാമിൽ ഈ 1 മാസം കൊണ്ട് പഠിച്ചിട്ട് എന്തായാലും നീറ്റ് ക്ലിയർ ചെയ്ത് തരാൻ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കേസാണ്. അപ്പം ഇത് മെയിൻലി എന്താണ് +2 കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്യാൻ പോയ കുട്ടികളും ചില റിപ്പീറ്റേഴ്സാണ് ഉണ്ടാവുക. അപ്പം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ റീനീറ്റിന് വേണ്ടി 1 മാസം 1.5 മാസം വീണ്ടും ഒരു ക്രാഷിലൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ 2025 നീറ്റ് കിട്ടാനുള്ള അല്ലെ നീറ്റിന് വേണ്ടി പഠിക്കേണ്ട സമയമാണ് നിങ്ങൾ കളയുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ കേരളത്തിലെ പല കോച്ചിങ് സെൻറ്ററിലും ജോയിൻ ചെയ്തിട്ടുണ്ടാവും. അവിടെ എന്താണോ നടക്കുന്നത് അത് അതേപോലെ കണ്ടിന്യൂ ചെയ്യുക. 2025 നീറ്റ് തന്നെ നിങ്ങൾ ടാർഗറ്റ് ചെയ്യുക, പ്രൊവൈഡഡ് നിങ്ങളുടെ മാർക്ക് 550ൻ്റെ കുറവാണെങ്കിൽ. അത് നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും. 1 മാസം കൊണ്ട് പഠിച്ചാൽ കിട്ടൂല എന്നാണെങ്കിൽ അതാണ് സിമ്പിൾ. ഈ 550 എന്നുള്ളൊരു വലിയ ഇതൊരു എന്താ പറയുക ഒരു സ്കെയിലൊന്നുമല്ല. നിങ്ങൾക്ക് ഇനി 1 മാസം കൊണ്ട് പഠിച്ചാൽ കിട്ടില്ല എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, 2025 കോൺസെൻട്രേറ്റ് ചെയ്യുക. അതേ സ്ഥാനത്ത് 550 മാർക്കിൻ്റെ മുകളിൽ വാങ്ങിയ കുട്ടികൾ, പ്രത്യേകിച്ച് 655ൻ്റെയൊക്കെ താഴെയുള്ള ആ ഗവൺമെൻറ് MBBS കിട്ടില്ല എന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞ കുട്ടികളെ സംബന്ധിച്ച് എനിക്കറിയാം. ഞാൻ ഒരുപാട് കുട്ടികളോട് സംസാരിക്കുമ്പോഴൊക്കെ അവരൊക്കെ പറയുന്ന കാര്യം, സാറേ ഇത്രയും പഠിച്ച് ഇനി ഒന്നും കൂടെ ഇതുണ്ടാവോ ഇല്ലയോ എന്നൊക്കെ ഉറപ്പില്ലാണ്ട് പഠിക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര മടിയാ സാറേ. പ്രത്യേകിച്ച് ഞാൻ കഴിഞ്ഞ 1 മാസത്തോളം ഫുള്ള് ഫോണിലൊക്കെ കളിച്ച് ആകെ ഇതായിപ്പോയിട്ടുണ്ട് സാർ. അപ്പം തിരിച്ചു വരാൻ പറ്റില്ല, പഠിക്കാൻ പറ്റില്ല. പക്ഷേ മക്കൾ, നിങ്ങളോട് എനിക്ക് പറയാനുള്ള കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഥവാ റീനീറ്റ് വരികയാണെങ്കിൽ ഇന്ന് മുതൽ, നിങ്ങളിത് എന്നാണോ കാണുന്നത്, ഇന്ന് മുതൽ നിങ്ങൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ടെന്നനുസരിച്ചായിരിക്കും നിങ്ങൾക്കുള്ള റാങ്ക് വരാൻ പോകും. നിങ്ങൾ മുഴുവൻ പഠിച്ചു കഴിഞ്ഞ മക്കളാണ്. ആകെ കുറച്ചും കൂടെ ചോദ്യങ്ങൾ ചെയ്യലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, ഉറപ്പായിട്ടും റീനീറ്റ് ഉണ്ടാകും. അതായത് കഴിഞ്ഞ 1 വർഷം നിങ്ങൾ തലകുത്തി മറിഞ്ഞ് പഠിച്ചില്ലേ, ഇനി മാക്സിമം ഒരു 10-15 ദിവസം കൂടിയാണ് നിങ്ങൾ അഡീഷണലി പഠിക്കേണ്ടി വരിക. എല്ലാം മാറ്റി വെച്ച് ഇരുന്ന് പഠിക്കാൻ ഈ നിമിഷം മുതൽ തീരുമാനിക്കുക. കുറേ കുട്ടികളോട്, ഇപ്പം നമ്മളോട് പഠിച്ച കുട്ടികളൊക്കെ ഉണ്ട്, റിപ്പീറ്റ് ചെയ്ത കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ എങ്ങനെയാണ് പഠിക്കേണ്ടത് സാർ എന്നൊക്കെ ഡൗട്ട് ഉണ്ട്. അപ്പം പലർക്കും പല കേസുകളാണുള്ളത്, എങ്ങനെ പഠിച്ചു തുടങ്ങണം എന്നുള്ളത്. അപ്പം ഉറപ്പായിട്ടും നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണോ അതിനനുസരിച്ച് നിങ്ങൾക്കുള്ള ഒരു പ്രോപ്പർ സ്റ്റഡി പ്ലാന് ഞാൻ പേഴ്സണലായി തരാം. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. എന്താണ് നിങ്ങളുടെ അവസ്ഥ എന്ന് പറയാം. പ്രത്യേകിച്ച് വാട്സപ്പിൽ വിളിക്കരുത്, വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക. നമ്മളെന്ത് ചെയ്യും, ചാറ്റ് വഴി തന്നെ മുഴുവൻ ഡീറ്റെയിൽസും എന്താണ് നിങ്ങൾ പഠിക്കേണ്ടതെന്ന് സ്ട്രാറ്റജി പറയാം. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒക്കെ നഷ്ടപ്പെട്ടെടുത്തുനിന്ന് ഒരു ചെറിയ ഹോപ്പ് വന്നതാണ്. അത് മാക്സിമം എന്ത് ചെയ്യണം, നമ്മൾ മുതലാക്കണം. അതായത് ഏകദേശം വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമാണ് കേരളത്തിൽ MBBS കിട്ടുക. അതിലൊരാളാവണമെങ്കിൽ ബാക്കിയുള്ള എല്ലാവരേക്കാളും നന്നായിട്ട് നിങ്ങൾ പഠിക്കണം. ഈ നിമിഷം മുതൽ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. ഇൻ കേസ് റീനീറ്റ് നടന്നിട്ടില്ലെങ്കിൽ നമ്മളൊരു 15 ദിവസം കൂടെ എക്സ്ട്രാ പഠിച്ചു എന്നുള്ളത് മാത്രമല്ല നമുക്ക് വരുന്നത്. അതങ്ങ്
പോട്ടെ എന്ന് വെക്കണം. ഒരു വർഷത്തോളം നമ്മൾ വെറുതെ ഒരു വർഷം നമ്മൾ കളഞ്ഞിട്ടില്ലേ, അതിൽ അപ്പുറമാണ് ഈ 15 ദിവസം. സോ ഈ നിമിഷം മുതൽ പഠിക്കുക. എങ്ങനെ പഠിക്കണം എന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം ശരി, വീഡിയോ ഇഷ്ടപ്പെടുന്ന മാക്സിമം ഷെയർ ചെയ്യാം.